ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിന്റെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്താൻ പോവുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, അതായത് കൂറ ഷോ ആണെങ്കിലും ഇതിന് ഒരുപാട് പ്രേക്ഷകരും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിന് നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഏതായാലും സത്യസന്ധമായിട്ടുള്ള റിവ്യൂ ആയിരിക്കും ഞാൻ പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴേ ലൈവിൽ നടക്കുന്നത് എന്താ വെച്ചാൽ കാപ്പിപ്പൊടിയെ ചൊല്ലിയിട്ടുള്ള ഈ ചില സംഭവങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ചില കള്ളന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുലപുരുഷന്മാരുമാണ്. ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള പല സാധനങ്ങളും ഒളിപ്പിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അതായത് മറ്റൊരാൾക്ക് കൊടുക്കാതെ, മറ്റൊരാൾക്ക് ഉപയോഗപ്പെടുത്താതെ ഇവരൊക്കെ ഇവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒളിപ്പിച്ചു വെക്കുന്നു. അത് ഞങ്ങളോട് ആരും ചോദിക്കാൻ പാടില്ല എന്നുള്ളൊരു വലിയേട്ടൻ മനോഭാവമുണ്ടല്ലോ, അതാണ് അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹിന്ദിക്കാരിയായിട്ട് വന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, എന്താ പഞ്ചാബി അങ്ങോട്ടാന്ന് പറയുന്നുണ്ട്, ജിസൈലി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേറെ 2-3 ആൾക്കാരും കൂടി ഉണ്ട് ഇതിന്റെ പുറകിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഈ സ്ത്രീ തന്നെയാണ്. അതായത് ബിഗ് ബോസിന്റെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ആദ്യം മുതൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് പറയുന്നൊന്നും കേൾക്കാതെ, ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കാത്ത ഒരു സ്ത്രീയാണ്. പിന്നെ എന്തിനാണ് ബിഗ് ബോസ് അവരെ പിടിച്ച് നിർത്തുന്നതെന്ന് നമുക്കറിയില്ല. അവരുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ അതും നമുക്കറിയില്ല. ഏതായാലും അവരില്ലാതെ ബിഗ് ബോസ് മുന്നോട്ട് നീങ്ങില്ല എന്നാണ് ബിഗ് ബോസിലെ ചില കൊണേണ്ടർമാരുടെ വിചാരം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയെ പറ്റി പറയാൻ ആരും ഇവിടെ ധൈര്യപ്പെടുന്നില്ല. ഏതായാലും ഇന്ന് ഇപ്പോഴും ലൈവിൽ എന്ന് പറഞ്ഞാൽ അനുമോളും അതുപോലെ അനീഷും കൂടിയിട്ട് ഈ സ്ത്രീയുടെ എല്ലാ കാര്യങ്ങളും പൊളിച്ചടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് പിടികൂടുന്നുണ്ട്. അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ച സാധനങ്ങൾ മുഴുവൻ എടുത്ത് വെളിയിൽ തരണമെന്ന്. ആദ്യം തന്നെ നമുക്കറിയാം, കാരണം എന്താണെന്ന് വെച്ചാൽ ബിഗ് ബോസ് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കാതെ പല സാധനങ്ങളും പാത്തുവെക്കുകയും ഒളിച്ചു വെക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവക്കാരി തന്നെയാണ് ഈ പഞ്ചാബി. എനിക്ക് തോന്നുന്നത് പഞ്ചാബികളെ മൊത്തത്തിൽ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മലയാളി പഞ്ചാബിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ നിന്നും കിട്ടാതെ കൊണ്ട് കൊണ്ടുവന്നയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇത്രയും മലയാളികൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന, മലയാളം വായിക്കാനോ എഴുതാനോ അറിയാത്ത ചില ആൾക്കാരൊക്കെ എന്തിനാണ് മലയാളം ബിഗ് ബോസിൽ കൊണ്ടുവന്നത് എന്ന് പോലും നമുക്ക് സംശയമുണ്ട്. അതുപോലെ ഉള്ള ഒരാൾ തന്നെയാണ് ഈ ജിസേൽ എന്ന് പറയുന്ന ഈ വ്യക്തി. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇവിടെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അടിമകളെ പോലെയാണ് കണക്കൂട്ടുന്നത്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അവരെന്ത് വേണമെങ്കിലും ചെയ്തു കഴിഞ്ഞാലും ചോദിക്കാനും പറയാനും ആരും വരരുത്, ഞാൻ എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യും എന്നുള്ള ഒരു ധാർഷ്ട്യമുണ്ടല്ലോ, അതായത് ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനിയാണ് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അനീഷായാലും അതുപോലെ തന്നെ അനുമോളായാലും അവിടെ ഇടപെടുന്നത്. ബാക്കി എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടു കൂടിയിട്ട് ഇങ്ങനെ തൊഴുതു നിൽക്കുകയാണ്. ഇവരെന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ശരത്തപ്പാനിയെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയുള്ള ചില ആൾക്കാരൊക്കെ ഇവരുടെ മൂട് താങ്ങികളാണ്. ഇവരില്ലാതെ ഈ ബിഗ് ബോസ് പോകത്തില്ല എന്നുള്ള തരത്തിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മൂട് താങ്ങി ജിസൈൽ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യം ജിസൈലിനും ആര്യനും മാത്രമേ എല്ലാം ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഏതായാലും ആര്യൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കട്ടപ്പുകയായിരിക്കുന്നു. 2 ദിവസം മുമ്പ് വന്നൊരു ടാസ്ക്കാണ്. ആ ടാസ്കിൽ പേടിത്തൊണ്ടനായിട്ടാണ് അയാളെ കാണിക്കുന്നത്. അതോട് കൂടിയിട്ട് അയാളുടെ കഥ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ജിസൈൽ എന്ന് പറയുന്ന ആളെയാണ് ഇവരെല്ലാവരും ഉയർത്തിക്കാട്ടാൻ ശ്രമിക്കുന്നത്. അതാണ് അനീഷും അതുപോലെ തന്നെ അനുമോളും കൂടിയിട്ട് അത് പൊളിച്ച് കയ്യിൽ കൊടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ബിഗ് ബോസ് പോലും ഇതിനകത്ത് ഇടപെടുന്നില്ല. പിന്നെ പലതരത്തിലെന്ന് പറഞ്ഞാൽ ഹൈജീൻ, അതായത് വൃത്തി എന്ന് പറയുന്ന ഒരു സംഭവം ഈ ജിസൈൽ എന്ന് പറയുന്ന വ്യക്തിക്കില്ല. നമ്മൾ തന്നെ കണ്ടതാണ് പല പ്രാവശ്യം. എന്താ വെച്ചാൽ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഷ്ടത്തിൽ വെച്ചിട്ടാണ് അവർ കൊടുക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വൃത്തിയും ഇല്ലാതെ ഭയങ്കരമായിട്ടുള്ള മോഡൽ എന്ന് പറയുന്നു, ഭയങ്കരമായിട്ട് എന്താണ് മുഖമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കുന്നതാണെങ്കിലും അവർക്ക് ഒരു തരത്തിലുള്ള വൃത്തിയും ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ ആരെയും ആക്ഷേപിക്കാനൊന്നും പറയുന്നതല്ല, പക്ഷേ അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല സ്വഭാവത്തിൽ ജീവിക്കണമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ അവിടെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുന്ന റേഷനുകൾ അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അല്ലാതെ ഒരാൾക്ക് മാത്രം പോയിട്ട് വാരി തിന്നാനോ അല്ലെങ്കിൽ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, ഇത് എൻ്റെ ഒരു സ്വത്താണ് അല്ലെങ്കിൽ ഇതെൻ്റെ ഒരു അവകാശമാണ് എന്നൊന്നും സ്ഥാപിക്കാൻ അവിടെ ആർക്കും നിയമമില്ല. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തുല്യരാണ്. എല്ലാവരും ബിഗ് ബോസിൻ്റെ ഒരു ഇതിനു വേണ്ടിയിട്ട് തന്നെ വന്നതാണ്. എല്ലാ സാധനങ്ങളും ഇങ്ങനെ പൂഴ്ത്തു വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റുള്ളവരെന്ത് ചെയ്യും? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അവിടെ ചോദിക്കാനും പറയാനും ഒരാളില്ല. അവിടെ ഭയങ്കര താപ്പാനകളാണെന്നൊക്കെ പറയുന്ന അക്ബർ ആയാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഷാനവാസ്, കണ്ണിലുണ്ണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരൊന്നും അല്ല. ഇവന്മാരൊക്കെ പേടിത്തൊണ്ടന്മാരാണ്.
ഇവന്മാരൊന്നും ഈ ജിസൈലിന്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ പോയിട്ട് മൂട് താങ്ങി നിൽക്കും അല്ലെങ്കിൽ തൊഴുത്ത് നിൽക്കും എന്നല്ലാതെ ഇവന്മാരൊന്നും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അവിടെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ചെങ്കിലും ഇന്ന് സംസാരിച്ചത് അനുമോളും അതുപോലെ തന്നെ അനീഷും തന്നെയാണ്. അവർ തന്നെയാണ് കയ്യടി അർഹിക്കുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇത്രയും കള്ളത്തരങ്ങൾ ചെയ്തിട്ടും ഇവർ എന്തുകൊണ്ടാണെന്നൊന്നും വാൺ ചെയ്തിട്ടില്ല. അതുപോലെ ലാലേട്ടൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൂടി ഇവർക്കൊരു കൂസലില്ല. ഇവരെന്തോ ഞാനെന്തോ ഒരു വലിയ ആളാണ്, ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല ഇവർക്ക്. ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റെക്കമെൻഡിൽ വന്നതാണ്, എന്നെ ഇത്ര ദിവസം നിർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് ഇവർ പെരുമാറുന്നത്. അല്ലാതെ ഇവർക്കൊക്കെ എത്ര വോട്ടുണ്ട് എന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. ഇവർക്ക് വോട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം ആര് വോട്ട് ചെയ്യാനാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും പ്രേക്ഷകരുണ്ടോ ഇവർക്ക്, അല്ലെങ്കിൽ മുമ്പ് ഇവരെ ആരെങ്കിലും അറിയപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. പിന്നെ ആരാണ് ഇവർക്ക് വോട്ട് ചെയ്യുന്നതെന്നും നമുക്കറിയില്ല. ഇനി വല്ല PR വർക്കേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. PR വർക്കർമാർ ജിസൈലിനെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ മലയാളി പ്രേക്ഷകരൊന്നും ആരും പോയിട്ട് ചാടി വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലെയുള്ള ക്രൂര സ്വഭാവമാണ് അതിൻ്റെ അകത്ത് കാണിക്കുന്നത് എന്നുള്ളതാണ്. വളരെ മോശമായ പ്രവൃത്തികൾ ആദ്യം മുതൽ തന്നെ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാൽ ഞാനെന്തൊരു വലിയ സംഭവമാണ്, എനിക്ക് മാത്രമാണ് ഇവിടെ എല്ലാത്തിനും അവകാശം എന്നുള്ള തരത്തിൽ മലയാള ബിഗ് ബോസ് അടക്കി വാഴാൻ വന്ന ഒരു ഇന്ത്യക്കാരിന്നേ ഞാൻ പറയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പറയില്ല. അല്ലാതെ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള ബിഗ് ബോസിന് വേണ്ട ഒരു അവിഭാജ്യ ഘടകമൊന്നുമല്ല. മലയാള ബിഗ് ബോസിൽ എന്ന ഹിന്ദി ബിഗ് ബോസിന് പോയിനി എന്ന് കരുതിയിട്ട് മലയാളി ബിഗ് ബോസിലേക്കും കൂടി അവരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒരു ബിഗ് ബോസ് ഷോയിൽ ഏതായാലും അവർ പോയതാണ്, പിന്നെ എന്തിനാണ് ഈ ഒരു ഷോയിലും കൂടി കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരങ്ങളില്ല എന്നുള്ളതാണ്. കാരണം അവരെ കൊണ്ടുവരേണ്ട യാതൊരു ആവശ്യവുമില്ല. അവരില്ലെങ്കിലും മലയാള ബിഗ് ബോസ് ഓടും. അതുമാത്രമേ ഇനിയിപ്പോൾ ഇവർക്ക് വേറെ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മലയാളികൾ, നമ്മുടെ മലയാളികളില്ലേ, എന്തിന് ഹിന്ദിക്കാരെ ഇവരെയൊക്കെ കൊണ്ടുവരുന്നത്? അതും ഒരു ബിഗ് ബോസ് പൂർണ്ണമായിട്ടും കഴിഞ്ഞ ഒരാളെ, അവർക്ക് ബിഗ് ബോസിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാലോ. അവിടെ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് ഈ ഷോ പോകുന്നത്, എന്താണ് ഈ ഷോ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഈ ജിസൈൽ എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ അവരെ ഈ ഷോയിലേക്ക് പങ്കെടുപ്പിക്കുന്നതിനോട് തന്നെ എനിക്ക് വലിയ ഒരു താല്പര്യമേ ഇല്ല. പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ അവർ വലിയൊരു വേറെ എന്തോ ഒരു പ്രോബ്ലം ഒക്കെ ആയിട്ട് വരുന്നുണ്ട് എന്ന് പറയുന്നത് കേട്ടു. ഇനി അതെന്താവും എന്നറിയില്ല, നമ്മളെ കാണിക്കുമെന്നറിയില്ല. അതായത് അക്ബർ എന്തോ ഇവരെ ചെയ്തു എന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എന്തോ ഒരു പ്രോബ്ലവുമായിട്ട് ഇവർ വരുന്നുണ്ട്. ഏതായാലും ആ പ്രോബ്ലത്തിലേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഇനി അത് ബിഗ് ബോസ് കട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ അക്ബറിനെതിരെ എന്ന് പറഞ്ഞാൽ 2-3 പ്രോബ്ലമായി ഇങ്ങനെ വരുന്നത്. അക്ബറിന്റെ നോട്ടം ശരിയല്ല, അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാകാം. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരമ്മ പറ്റ മക്കളൊന്നുമല്ല. പല സ്ഥലങ്ങളിൽ വരുന്ന, പല വ്യത്യസ്തമായ മേഖലകളിൽ നിന്നും വരുന്ന പല ആൾക്കാരുമാണ്. ഒരു പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കാം. ഇവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പരിചയമില്ല 2-3 ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് അവരുടെ സ്വഭാവമൊക്കെ നല്ലതാണെന്നോ അല്ലെങ്കിൽ അവരൊക്കെ ഭയങ്കര നീറ്റാണെന്നോ എന്നൊന്നുമില്ല. ഇവരൊക്കെ പല സ്വഭാവക്കാരായിരിക്കാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നോട്ടം ശരിയല്ല അല്ലെങ്കിൽ അവൻ ചെയ്ത് ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ബിഗ് ബോസിന് വേണ്ടപ്പെട്ടവരല്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് പുറത്ത് പോവുകയാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തു സംഭവിക്കാം. അവിടെ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഗെയിമൊക്കെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഗെയിമുകൾ വരുന്നതാണ്. അപ്പോൾ ആ ഗെയിമിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ഫിസിക്കൽ ഇതായിട്ട് വരുന്ന ഒരുപാട് ഗെയിമുകളുണ്ട്. അപ്പോൾ എന്തൊക്കെ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ബിഗ് ബോസിൽ വരാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഏതായാലും കള്ളന്മാരെ കയ്യോടെ പിടിച്ച നമ്മളെ പിന്നെ അനീഷിനും അതുപോലെ തന്നെ അനുമോൾക്കും ബിഗ് സല്യൂട്ട് നൽകുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.